കൊതുകും അപ്പിയുടെ മണവും ഇതൊക്കെയാണ് ഇവര് ഇങ്ങനെ തുറന്നു വിടുന്നത്. ചേട്ടാ, ഇത് മാലിന്യമാണോ അതോ വെറും വെള്ളം കിടക്കുന്നതാണോ? ഇവരുടെ കക്കൂസ് മാലിന്യം അങ്ങനെ എന്നിട്ട് ഒരു 2 ആൾ താഴ്ചയിൽ 5-6 അടി താഴ്ചയിലും ഏറ്റവും കുറഞ്ഞത് ഒരു 38 സെന്റ് സ്ഥലമുണ്ട്. ഇത് ഒരു 50-30 സെന്റ് സ്ഥലത്തുനിന്ന് നിറഞ്ഞെടുക്കുകയാണ് ഈ സാധനം കുളം പോലെ. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ 1-ാം വാർഡ് നിവാസികൾ ഒരു കേസിന് പുറകെയാണ്. അതായത് അവർക്ക് സമീപത്ത് പ്രവർത്തിക്കുന്ന ഒരു ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിൽ നിന്നുള്ള മലിനജലം, അതായത് ആളുകൾ കുളിക്കുന്നതും അവരുടെ മലമൂത്ര വിസർജനങ്ങളെല്ലാം ഉൾപ്പെടുന്ന മലിനജലം അത് സമീപത്തുള്ള ഒരു പറമ്പിലേക്ക് ഒഴുക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ പരാതി. ബ്ലാക്ക് കളറിലുള്ള സീവേജ് മാലിന്യം ആദ്യത്തെ നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ ആദ്യത്തെ കൗണ്ടറിൽ ഇരിക്കുന്ന മാലിന്യമില്ലേ, അങ്ങനത്തെ കറുത്ത കളറിലുള്ള സംഭവമാണ് ഇപ്പോൾ ഇവിടെ അടിഞ്ഞുകൂടിയാണ്. അതിൽ നിന്ന് ഓവർഫ്ലോ എടുത്തിട്ടാണ് പയ്യെ ഒഴുകി നമ്മുടെ പാടശേഖരങ്ങളിലേക്കും കടമ്പറയാറുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള തോടുകളിലേക്കൊക്കെ ഇത് എത്തിച്ചേർന്ന് ശുദ്ധവെള്ളം മൊത്തം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ താഴെയുള്ള വീടുകളിലൊക്കെ കിണർ ടെസ്റ്റ് ചെയ്തു, എല്ലാത്തിലും ഈക്കോളി ബാക്ടീരിയയുടെ അംശമുണ്ട്. അതുപോലെ തന്നെ കുഴൽ കിണറുകളിൽ വരെ ഈക്കോളി ബാക്ടീരിയയുടെ അംശമുണ്ട്. ഇതാണ് നാട്ടുകാർ പ്രശ്നമായി ആരോപിക്കുന്ന ഫ്ളാറ്റിന്റെ പുറകുവശം. ഇതാണ് അതിരിൽ നിന്ന് നമുക്ക് ആ കൽക്കെട്ടുകളിൽ നിന്നും വെള്ളം ഊറി വരുന്നത് കാണാം. ആ വെള്ളമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴുകി സമീപത്ത് തന്നെയുള്ള മറ്റൊരു പറമ്പിൽ പതിച്ച് അവിടെ നിന്നും അത് ഒഴുകി ഒരു പാടശേഖരവും അവിടെ നിന്നൊരു തോട്ടിലേക്കും പതിച്ചാണ് ഒടുവിൽ കടമ്പ്രയാറിലോട്ട് പോകുന്നത്. ഇവിടെ അങ്ങോട്ട് കിടക്കുകയാണ്. അത് ടാർ പോലെ ഇങ്ങനെ ഒറിജിനൽ കക്കൂസ് വേസ്റ്റ് അവിടെ നിറഞ്ഞെടുക്കുകയാണ്. ആദ്യം ഒരു ഫ്ലാറ്റ് ഏകദേശം ഒരു 80 ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു ഫ്ലാറ്റാണ് ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് ഇവർ 5 ഫ്ലാറ്റ് ഇവിടെ ടവർ പണിതത്. 80 ഫാമിലിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനുള്ളൂ. ബാലൻസ് ഉള്ള വെള്ളം സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഓവർഫ്ലോ ആയിട്ട് നേരെ ഈ മതിലിൻ്റെ സൈഡിൽ കൂടെയും മറ്റുള്ള കാനയുടെ സൈഡിൽ കൂടെ ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്കാണ് ഇത് ഒഴുകുന്നത്. കോടതിയാണ് പറഞ്ഞേക്കുന്നത് പഞ്ചായത്തിനോട് ഡ്രെയിനേജ് ഓപ്പൺ ചെയ്യാൻ. പഞ്ചായത്ത് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ഒരു ഓർഡർ വന്നേ പിന്നെയാണ് ഈ നാട്ടുകാർ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത്. കാരണം ഇത് ആ ഡ്രെയിനേജ് അവിടെ ഉണ്ടായിരുന്നത് നാട്ടുകാരിൽ ചിലര് മണ്ണിട്ട് മൂടിയതിന്റെ ഭാഗമായിട്ടാണ് പുറകിൽ ഒരു ലാൻഡിൽ ഇത് ഒഴുകാൻ തുടങ്ങിയത്. ഒരു പബ്ലിക് ഒരു കാന ഉണ്ടായിരുന്നാണ് പറയണത്. ഞങ്ങൾ വിവരാവകാശം വെച്ച് നോക്കിയിട്ട് അങ്ങനെ ഒരു കാന നമ്മുടെ നിലവിലവിടെ ഇല്ല. കരിങ്കല്ലേട്ടിന്റെ ഉള്ള അവരിത് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ വെള്ളം ചെനിക്കണുണ്ട്. അന്ന് വെള്ളം വരുമ്പോഴത്തേനും ഇത് ബാത്റൂമിന്റെ കുഴിയാണ്. അതിലൊക്കെ നിറഞ്ഞ് നമുക്ക് ചവിട്ടാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥ. ഫ്ലാറ്റിലെ വെള്ളമൊക്കെ കിണറ്റിലേക്ക് ഇറങ്ങി കുടിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഈ മതിലിൽ കൂടിയൊക്കെ ചോർന്ന് പിന്നെ മുമ്പശത്ത് ഒക്കെ വെള്ളം കെട്ടിക്കിടന്ന് മഞ്ഞ കളറ്, കൊതുകും അപ്പിയുടെ മണവും ഇതൊക്കെയാണ് ഇവര് ഇങ്ങനെ തുറന്നു വിടുന്നത്. നല്ല കുടിവെള്ളം കുടിച്ച് സ്വസ്ഥമായി ജീവിക്കണമെന്ന ആവശ്യം മാത്രമാണ് ഇവിടുത്തുകാർ ഉന്നയിക്കുന്നത്. ഇതിനുവേണ്ട നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണം. നിഖിൽ ജോസഫിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.